എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇനി കേവലം 15 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സർക്കാരിന്റെ പുതിയ സർക്കാരിന്റെ ആദ്യ മാസത്തെ പെൻഷൻ വിതരണം നടക്കും. കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് മുൻകൂറായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പണം അനുവദിക്കേണ്ടത് പുതിയ ധനമന്ത്രിയാണ്. അപ്പോൾ പുതിയ ധനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തന്നെ ആയിരിക്കും ഈ ഒരു തുക വിതരണം ഉണ്ടായേക്കുക എന്നുള്ളതാണ് വിവരം. സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ മെയ് മാസത്തിൽ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു 2000 രൂപ പെൻഷൻ ലഭിക്കും. പതിവ് പോലെ തന്നെ 25 ലക്ഷത്തിലധികം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കയ്യിലേക്കും പെൻഷൻ വിതരണം ചെയ്യുന്നതാണ്. 2000 രൂപ തന്നെയാണ് ഈ ഒരു മാസം ലഭിക്കുക. പുതിയ ബജറ്റിൽ വർധനവ് ഉണ്ടാകുമോ, അതായത് 100 രൂപയുടെയെങ്കിലും വർധനവ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 3000-ലേക്ക് 5 വർഷം കൊണ്ട് എത്തിക്കും എന്നാണ് UDFന്റെ ഗ്യാരണ്ടി. അപ്പം അതും നമ്മൾ കാത്തിരിക്കുകയാണ്, ഒരു 100 രൂപയുടെയെങ്കിലും വർധനവ്. എന്തായാലും മെയ് മാസത്തെ പെൻഷൻ 2000 രൂപ തന്നെയാണ് ലഭിക്കുക. കൃത്യമായിട്ട് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ ആർക്കൊരു തർക്കവും വേണ്ട. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ഈ ഒരു തുക എത്തിച്ചേരുന്നത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇനി ഈ പുതിയ സർക്കാർ മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ എന്തൊക്കെ നിബന്ധനകളാണ് കൊണ്ടുവരുന്നത്? പഴയ രീതിയിൽ തന്നെ തുടരുകയാണോ? വരുമാന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുമോ? അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പെൻഷൻ വാങ്ങുമ്പോൾ, അതായത് വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ജൂൺ 30-ന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ട സമയമാണ്. ആ രേഖകൾ നിർബന്ധമായിട്ടും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നൽകാത്തവർക്ക് ജൂൺ കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻ സർക്കാർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിർബന്ധമായിട്ടും ചെയ്യുക. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. പിന്നെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അത് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ മാർച്ച് 31 അതിന്റെ അവസാന തീയതി ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് ജൂൺ 30 വരെ നീട്ടി തന്നത് കൊണ്ട് തന്നെ ഒരു സാവകാശമുണ്ട്. അപ്പോൾ അടുത്ത പെൻഷൻ വിതരണം 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും. ബൈ.